ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പച്ചക്കറികളൊക്കെ അമ്മയുടേതാണ്. അമ്മയാണ് ഇതൊക്കെ എടുക്കണേ. ഇതെല്ലാം പച്ച ഇതാണ്ട് അവിടെ കുറച്ച് പച്ചമുളക് ഉണ്ടാകും. ഇത് നോക്കിയാ ഇത് ചീത്തയായി പോയതാണ്. ഞാൻ പിന്നെ കുറച്ച് മരുന്നൊക്കെ തളിച്ച് കുരുട് പിടിച്ചതാണ്. വേണ്ട ഈ പച്ചമുളക് എന്താ ഇതിനൊക്കെ കുരുടുണ്ടോ? നമുക്ക് എടുക്കാം, നമുക്ക് ചമ്മന്തി അരയ്ക്കാം. നീലമുളക് അല്ലേ? ഇത് നീലമുളക്. ഇത് നോക്കിയാണ് വെള്ള കാന്താരി. എന്താ അതിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പം കുറച്ച് പറിച്ച് മുപ്പിലിട്ട്. അതാ അങ്ങോട്ട് പോ. പച്ചമുളകൊക്കെ കുറേ ഉണ്ടായി നിൽക്കണത്. പച്ചമുളക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറിച്ചിട്ട് വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ട് നല്ല കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വയ്ക്കും. ഉപ്പിലിട്ട് കുറച്ച് നിൻ്റെ ചേച്ചി കൊണ്ടുപോയി. ഇങ്ങനെ മതി, നമ്മൾ ആവശ്യത്തിന് പറിച്ചാൽ മതി, ബാക്കി നിൽക്കട്ടെ. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഇത് പൊടിച്ചു. ഇത് ഇപ്പം കാണിക്കണം. കറിവേപ്പിലയും കൂടി കുറച്ച് കാന്താരി ഉണ്ട്. ഞാൻ കറിവേപ്പില ഇത് ഉള്ളു, താഴെ നിൽപ്പുണ്ട്. വേറെ കുറച്ച് മുറിച്ചെടുക്കാം. ഇത്രയും കൂടെ കുറച്ച് കാന്താരി എടുക്കാം ഉപ്പിലിട്ടൊക്കെ. കാന്താരി അവിടെ ഇരിപ്പുണ്ട്. കാന്താരി കുറച്ച് ചെറുതായിപ്പോയി. ഇനിയിപ്പോൾ മരുന്ന് ഇത് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം. ഇത് കുറച്ച് സൈസുള്ള കാന്താരി എന്നിട്ടാ ഈ ചെടിയിലുള്ളത് കണ്ട. കുറച്ച് ചാണകപ്പൊടിയും ഇടണം. എന്താ ഇത്രയും കാന്താരികൾ ഇതിങ്ങനെ ഇടിച്ച് വയ്ക്കാം. മതി. നാളെ ഇനി വന്നിട്ട് ഇതിൽ ആ തക്കാളിയിൽ കണ്ട നിറയെ തക്കാളി കായ്ച്ച് വയ്ക്കാം. ഒരു ചെറിയ തൈയാണ്. എന്തോരം തക്കാളി നോക്ക്. ഉണ്ടോ എന്തോരം തക്കാളി നോക്ക്. ഇതിലെല്ലാം ഇപ്പം തക്കാളി വരണുണ്ട്. കണ്ടോ അതുപോലെ കണ്ട അതിലൊക്കെ വരണുണ്ട്. ഇതെന്താണെന്നറിയാമോ ഈ ചെടി? ഇത് മറ്റേ മുച്ചക്കൊട്ട എന്ന് പറയണ തമിഴ്നാട്ടിലൊക്കെ പറയൂലേ, അമരയ്ക്ക. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ മുച്ചക്കൊട്ടയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിങ്ങനെ അവർ കടയിൽ ചെന്നപ്പോഴത്തേക്ക് എന്താ പറഞ്ഞു, ഇത് മുച്ചക്കൊട്ടയെന്ന് പറഞ്ഞൊരു സാധനമാണ്. ഞാൻ അതിൻ്റെ വിത്ത് കുറച്ച് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അത് കണ്ട അതെന്താണെന്നറിയാമോ? നിത്യവഴുതനയാണ്. അതൊന്ന് കാണിച്ചോ. നിത്യവഴുതന ചെടിയാണ്. വേറൊരു സാധനം കാണിച്ചു തരാം. വേറൊരു സാധനം കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ? ഇതാണ് ഈ പൂച്ചപ്പഴം എന്നൊക്കെ പറയൂലേ. കണ്ടാ, ഇതാണ് പൂച്ചപ്പഴം എന്ന് പറയണത്. കണ്ടാ, പണ്ടൊക്കെ ഉള്ളതാണ്. ഇത് അങ്ങനെ ഒരു വിത്ത് കിട്ടി ഇതിങ്ങനെ പൊടിച്ച്. ഇതിൻ്റെ കൂടെ ഒരു ഇത് കോവയ്ക്ക തൈയും കൂടെ ഉണ്ട്. ഇതിലെല്ലാം പഴം വരെയാണ്, ചെറിയ ചെറിയ കായകളൊക്കെ. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഇതാണ്ട് വെള്ളരി തൈ ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ എൻ്റെ കരിയേപ്പില. ഇനിയൊക്കെ ബാക്കി നിനക്ക് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.